ബാലയുമായുള്ള തന്റെ വിവാഹ ജീവിതം വളരെയധികം ദുഃഖമുള്ളതായിരുന്നു എന്ന് എടുത്തു പറയുകയാണ് അമൃത. ഇത്രയും നാളും ഞാനത് തുറന്നു പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. കാരണം ഞാനായിട്ടാണ് ഇത് ഇതുവരെ തുറന്നു പറയാത്തത്. അദ്ദേഹം അവിടെ വീഡിയോകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കരുതും അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന്. നിങ്ങളെ എനിക്കെങ്ങനെ തെറ്റ് പറയാനാകും? എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ആരെയും കരിവാരി തേക്കണ്ട എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇപ്പോഴും അതേ ഉദ്ദേശം തന്നെയാണ് എനിക്കുള്ളത്. എനിക്ക് ആരെയും ഉപദ്രവിക്കണ്ട, ആരുടെയും മനസമാധാനം തകർക്കണ്ട. അതുപോലെ അവരും ശ്രമിക്കണ്ടേ? എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും മനസമാധാനം കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ എന്തു ചെയ്യണം? വെറുതെ എൻ്റെ മകളെയും കൂടി ഇതിനകത്ത് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. അത് വളരെയധികം ദുഃഖമുള്ള കാര്യമാണെന്ന് അമൃത പറയുന്നു. അതുപോലെ തന്നെ 18ാമത്തെ വയസ്സിൽ താൻ പ്രണയത്തിൽ മുങ്ങിപ്പോയിരുന്നു. ആ പ്രണയത്തിൽ ആ കൊടും ചതിയെക്കുറിച്ച് താൻ അറിയാതെ പോയി എന്നും അമൃത പറയുന്നുണ്ട്.